ഈ ചെവി ഒട്ടും കേൾക്കത്തില്ല. ഈ ചെവി അത് പറയുമ്പോൾ ഇങ്ങനെ ചെറുതായിരിക്കും. എല്ലാ മാറ്റമുണ്ട്. അതിപ്പം സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങുന്ന കണക്ക് പെട്ടെന്ന് ആയിട്ടുണ്ട് എന്നുള്ളതും വളരെ ഒരു ആശ്വാസമാണ്. 65 വയസ്സായി എങ്കിലും ഒരു 40 വയസ്സുകാരനെ പോലെയുള്ള ഒരു എനർജി നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. ഒരു 90% എന്റെ വേദനകൾ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ലോകത്തിൽ തന്നെ നമ്പർ 1 ഒരു ഹീലറായിട്ട് എനിക്കിപ്പോ ഞാൻ തോന്നുന്നത്. മെഡിസിൻ എടുക്കുന്നതാണ് ഡയബറ്റീസിന്. പ്രഗ്നൻസി തുടങ്ങിയതാണ്. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ മെഡിസിൻ കൂടുന്നതല്ലാതെ കുറയുന്നില്ലായിരുന്നു. ഞാൻ ഷുഗർ എൻ്റെ മെഷീൻ ഉണ്ട്, ഞാൻ ചെക്ക് ചെയ്തപ്പം ഞാൻ മെഡിസിൻ കഴിച്ചപ്പോൾ എത്രയായിരുന്നു ഉണ്ടായിരുന്നത് അതേ സെയിം തന്നെ ലെവല് ഇതാണ്. ഇനിയും കുറയുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ശരീരത്തിന് അപ്പടി വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല. അപ്പം നല്ല ആരോഗ്യത്തോടെ തന്നെയാണ് നടക്കുന്നത്. പിന്നെ എപ്പോഴും എനിക്ക് വെയിലൊന്നും അടിക്കാൻ പറ്റില്ല. ഭയങ്കര ചൂടായിരുന്നു ദേഹത്തിനെല്ലാം. ഒട്ടും ചൂട് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല. ശരീരത്തിന് നല്ല സുഖമുണ്ട്. നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതേപോലെ തന്നെ ഷുഗർ ലെവലും പോകുന്നു. എല്ലാം പോകുന്നു. തലയ്ക്കകത്തൊക്കെ വേദനയായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും കുറവുണ്ട്. തല അകത്ത് ഈ മുഴയുണ്ട്. ചെവി കേൾക്കത്തില്ല. ഈ ചെവി ഒട്ടും കേൾക്കത്തില്ല. ഈ ചെവി അത് പറയുമ്പോൾ ഇങ്ങനെ ചെറുതായിരിക്കും. ഇങ്ങനെ കേൾക്കാൻ വേണ്ടി കാലിന് കളിക്കുകയാണെങ്കിൽ മതി. നടന്നു പോകുമ്പോൾ വീഴും. മാറ്റമുണ്ട്. എല്ലാ മാറ്റമുണ്ട്. അപ്പോൾ എനിക്ക് ഷുഗർ 180 ലെവലിലായിരുന്നു. ഞാൻ ആദ്യത്തെ ദിവസം മെഡിസിൻ കഴിച്ചിട്ടാണ് ഇവിടെ അറ്റൻഡ് ചെയ്തത്. പക്ഷെ ഇന്നിപ്പം ഇതുവരെ മെഡിസിൻ കഴിച്ചില്ല. പഴയ ലെവലിൽ ഗുളിക കഴിക്കുമ്പോൾ എത്ര ഉണ്ടായിരുന്നു ആ ലെവലിലാണ് ഇപ്പോൾ ഷുഗർ ഉള്ളത്. ഗുളിക കഴിക്കാതെ തന്നെ ഗുളിക കഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന ലെവലിൽ ഷുഗർ ഉണ്ട്. പ്രധാനമായിട്ടും എനിക്ക് പൂർണ്ണമായിട്ടും മാറിയത് രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് 4 പ്രാവശ്യം മിനിമം മൂത്രമൊഴിക്കുമായിരുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഓരോ പ്രാവശ്യമേ എഴുന്നേറ്റിട്ടുള്ളൂ. അത് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നീടുള്ളത്, ഞാൻ കുനിയുമ്പോൾ എനിക്ക് വാരിയലിൻ്റെ ഭാഗത്ത് പെയിൻ ഉണ്ടായിരുന്നു. ഉളുക്കി പിടിക്കുന്ന കണക്ക് സ്ഥിരമായിട്ടുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. ഇത്രയാണ് അത് എടുത്തു പറയാനായിട്ടുള്ളത്. മറ്റു ചില ബുദ്ധിമുട്ടുകളും മാറിയിട്ടുണ്ട് ഇതിലൂടെ. അതിപ്പോൾ എടുത്തു പറയാൻ ബുദ്ധിമുട്ടുകളുള്ളവർക്ക് പറയുന്നില്ല. എങ്കിലും ഒരു 75% ശരീരത്തിൻ്റെ വേദനകൾ കുറവ് വന്നിട്ടുണ്ട്. ഇരുന്നിട്ട് എഴുന്നേറ്റ് പെട്ടെന്ന് നടക്കാൻ പറ്റില്ലായിരുന്നു. 2 സ്റ്റെപ്പ് വെച്ചതിന് ശേഷമാണ് നോർമലായിട്ട് നടക്കുന്നത്. അതിപ്പം സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങുന്ന കണക്ക് പെട്ടെന്ന് ആയിട്ടുണ്ട് എന്നുള്ളതും വളരെ ഒരു ആശ്വാസമാണ്. ഇവിടെ നടുവേദനയും കാലുവേദനയും സഹിക്കാൻ പറ്റാതെ വന്ന ഒരാളാണ്. എനിക്ക് നേരെ നിൽക്കാനോ 10 മിനിറ്റ് തെളിച്ച് നിൽക്കാനോ നടക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. കാല് മരവിച്ചിട്ട് കാല് അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പുറത്തിറങ്ങി നിൽക്കുമ്പോഴൊക്കെ ഇരിക്കുമ്പോഴും ബുദ്ധിമുട്ടായി തുടങ്ങിയിരുന്നു. ഇവിടെ വരുമ്പോൾ ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായി നടുവേദനയും കാലുവേദനയും തുടങ്ങിയിട്ട്. ഇപ്പം എനിക്ക് നല്ല ആശ്വാസമുണ്ട്. ഒരു 90% എൻ്റെ വേദനകൾ മാറിയിട്ടുണ്ട്. പിന്നെ കൂടാതെ ഷുഗറിന് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളാണ്. അതിനും 2നും മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒന്നിനും ഞാൻ മരുന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല. ഇനി ഇങ്ങനെ തന്നെ തുടരണമെന്നാണ് എൻ്റെ ആശ്വാസം. ഞാനിവിടെ വരുന്ന സമയത്ത് ഷുഗർ, ക്രിയാറ്റിൻ, BP ഇങ്ങനെ എല്ലാ ഒരുപാട് അസുഖങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 6 ദിവസമായല്ലോ. ഇത്രയും ദിവസം ഞാൻ ഒരു ഗുളികയും ഞാൻ കഴിച്ചിട്ടില്ല. മുമ്പ് എനിക്ക് ഒരു 10 മണി കാലത്തിന് വെച്ചപ്പോൾ തന്നെ ഷുഗർ കുറഞ്ഞിട്ടും വിടാൻ പോലും തലകറക്കം അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ശാരീരികമായിട്ട് അത്ര ഒരു എനർജി ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന് മരുന്നുകളൊന്നും കഴിക്കുന്നില്ല. 65 വയസ്സായി എങ്കിലും ഒരു 40 വയസ്സുകാരനെ പോലെയുള്ള ഒരു എനർജി നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അല്ലാതെ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിൽ വളരെ സന്തോഷവാനാണ്. ഇപ്പോൾ നാളെ ഇവിടുന്ന് പോകുന്നെങ്കിലും വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ കുറച്ചും കൂടെ വന്നിട്ട് ഇല്ലെങ്കിൽ ഇരിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ 18 കൊല്ലമായിട്ട് ഈ നട്ടലിനെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുക. നട്ടലിലൂടെ ശരിക്കും നിൽക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ നിരന്തരമായിട്ട് മരുന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ 3 ഡോക്ടർമാർ 2 ആഴ്ച മുമ്പ് ഇങ്ങനെ കണ്ടതാണ്, സാറിൻ്റെ വീഡിയോ കണ്ടതാണ്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ വന്നു. അപ്പം മരുന്നൊന്നും ഇപ്പോൾ കുടിക്കുന്നില്ല. പക്ഷേ എനിക്ക് ആശ്വാസം തോന്നുന്നുണ്ട്. ഇപ്പോൾ യാത്ര ചെയ്യാനും എനിക്ക് ധൈര്യമുണ്ട്. ഓപ്പറേഷനും വേണ്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് തന്നെ ഇതൊരു പ്രത്യേകത. ആയിരക്കണക്കാണ് ആളുകളെ പ്രത്യേകമായിട്ട് ചികിത്സിക്കുന്ന ജീവിതത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്. ഞാൻ ഒരുപാട് ഇതേമാതിരിയുള്ള ഗുരുക്കളെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളായിട്ട് ഞാൻ ബന്ധമുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്നത് ലോകത്തിൽ തന്നെ നമ്പർ 1 ഒരു ഹീലറായിട്ട് എനിക്കിപ്പോൾ ഞാൻ തോന്നുന്നത്. ഇത് മാത്രമല്ല, ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, അലർജി പ്രശ്നമുണ്ട്, ശ്വാസമുട്ടുണ്ട്. ഇതൊക്കെ എനിക്കൊരു വലിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. വലിയ പ്രതീക്ഷയുണ്ട്. ഇനി മേലിൽ എനിക്ക് ഇത് വലിയ സുഖം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പ്രത്യേക കാര്യം എന്താണെന്ന് പറയാനുള്ളത് എന്തെന്ന് പറഞ്ഞാൽ, ഇത് ഒറ്റ നിമിഷത്തിൽ ആയിരക്കണക്കാണ് ആളുകളെ ചികിത്സ ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക കൗതുകം തോന്നുന്നുണ്ട്, ഒരു അത്ഭുതവും തോന്നുന്നുണ്ട്. ഇതൊന്നും നിലനിർത്തിട്ട് കൂടുതൽ കാലത്ത് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.